ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നടി ലെന. ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്ന പുസ്തകം വായിച്ചതിനു ശേഷമാണ് തന്നിലുള്ള ആ കഴിവ് തിരിച്ചറിഞ്ഞതെന്ന് ലെന പറയുന്നു. മുൻപ് 1-2 വട്ടം ആത്മാക്കളെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ആ സമയത്ത് അവർ ആത്മാക്കളാണെന്ന് തിരിച്ചറിഞ്ഞില്ലെന്നും ലെന വെളിപ്പെടുത്തുന്നു. ആത്മാക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്ന സുഹൃത്തുക്കൾ തനിക്കുണ്ടെന്നും ലെന പറയുന്നു. വ്യക്തിപരമായ അനുഭവങ്ങൾ ഉദാഹരിച്ച് ബിഗ് ക്യൂ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ ഈ വെളിപ്പെടുത്തൽ. ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്നൊരു പുസ്തകം ഞാൻ വായിച്ചിരുന്നു. രാത്രി അപ്പൂപ്പനെ സ്വപ്നം കണ്ടു. റൂമിൽ അമ്മൂമ്മ വന്നിരിക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇതൊക്കെ അവരുടെ ഇമാജിനേഷൻ ആകാം. പക്ഷേ എനർജി വർക്കിൽ ആത്മാക്കളെ ഓജോ ബോർഡ് വെച്ച് വിളിക്കുന്നു, അത് അനങ്ങുന്നു. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ജീവിതത്തിലുണ്ട്. ഇതൊന്നുമില്ലാതെ നമുക്ക് തന്നെ റൂമിൽ ചില സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട്. നമ്മൾ അതിനോട് ഇടപെടാതിരിക്കുന്നത് ഉള്ളിൽ ഭയമുള്ളതുകൊണ്ടാണ്. പലർക്കും ആത്മാക്കളെ വ്യക്തമായി കാണാം. ഞാൻ അതിനെ ആത്മാക്കളെന്ന് വിളിക്കുന്നില്ല. ഒരു ശരീരമുണ്ടായിരുന്ന ആൾ മരിക്കുമ്പോൾ അയാളുടെ മെന്റൽ ഇംപ്രിന്റ്, അവരുടെ എനർജി ഇംപ്രിന്റ് മുഴുവനായി ഇവിടുന്ന് പോകാൻ കുറച്ച് സമയമെടുക്കും. മരിക്കുമ്പോൾ ആദ്യം ശരീരം മാത്രമാണ് പോകുന്നത്. മനുഷ്യൻ ശരീരം മാത്രമല്ലല്ലോ, ഒരു മനസ്സുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവരുടെ എനർജി ഇംപ്രിന്റ് ഉണ്ട്. അതിവിടെ കുറച്ചുനാൾ തുടരും. അത് നിങ്ങളുടെ മരണത്തിന്റെ അവസ്ഥ പോലെ ഇരിക്കും. മരിക്കാൻ താല്പര്യമില്ലാതെ മരണം സംഭവിക്കുന്നവർ, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വിഷമത്തിൽ മരിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലും എൻറ്റിറ്റി തുടരും. ശരീരം മാത്രമാണ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം പുസ്തകങ്ങളും ഉദാഹരണങ്ങളും ഉണ്ട്. ഇതൊക്കെ പാരാസൈക്കോളജി എന്ന ഫീൽഡിൽ വരുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നില്ല. ഇത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് കാണുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇന്നലെ കൂടി എൻ്റെ അടുത്ത് വന്ന് ഒരാൾ സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്ന പുസ്തകം ആദ്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇക്കാര്യങ്ങൾ ഓപ്പണായി. എൻ്റേത് മോഷൻ ഡിറ്റക്റ്റിംഗ് CCTV ആണ്. ഒരിക്കൽ അത് കാണിച്ചു. ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റിംഗ് എന്ന്. എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എൻറ്റിറ്റീസിനെ കാണാൻ സാധിക്കുന്ന എൻ്റെ സുഹൃത്തിന് CCTV ക്യാമറയുടെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം എനിക്ക് ആ സ്ക്രീൻഷോട്ടിന്റെ ഒരു ഭാഗം സർക്കിൾ ചെയ്ത് തിരിച്ചയച്ചു. ആ സർക്കിൾ ചെയ്ത ഭാഗം കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി കാണാം ഒരു സ്മോക്കി വിഷൻ. ഈ പുസ്തകം വായിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് സെൻസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടാകും. മനുഷ്യന്മാരോട് ഡീൽ ചെയ്യാനേ വയ്യ, പിന്നെയാണ് ശരീരമില്ലാത്തവരോടുകൂടി ഡീൽ ചെയ്യേണ്ടി വരുന്നത്. എൻ്റെ തലയിൽ നിന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു. എനിക്ക് വേണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അതങ്ങനെ പ്രാക്ടീസ് ചെയ്തു വന്നപ്പോൾ പുതിയൊരു ഭാഷ പഠിച്ചിട്ട് പറയാതിരുന്നാൽ മറന്നു പോകുന്നത് പോലെ. എൻ്റെ ഭാഗ്യത്തിന് അത് കാണുന്നൊന്നുമില്ല. ആ സമയത്ത് കുറച്ചുനാൾ ഞാൻ ക്യൂരിയസ് ആയി. അപ്പോൾ കണ്ടു തുടങ്ങി. ഇങ്ങനെ വ്യക്തമായി കാണുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. 1-2 വട്ടം ഞാനും കണ്ടിട്ടുണ്ട്. അയാൾ മരിച്ചതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോഴാണ് പൊക്കമുള്ള ഒരാൾ ജീൻസും ജുബയും ഇട്ട് വലിയ സഞ്ചിയുമായി നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഉറങ്ങുന്ന റൂമിൽ ഒരാൾ നടന്നു പോയോ എന്ന് തോന്നി. ശരിക്കും ഞെട്ടി. കാരണം അപ്പുറത്തേക്ക് പോകാൻ അവിടെ ആകെ ഒരു ജനൽ മാത്രമാണ് ഉള്ളത്. ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചു, ജീൻസും ജുബയും ഇട്ട് ഒരാൾ ഇതുവഴി പോകുന്നത് കണ്ടോ എന്ന്. അപ്പോൾ അവർ പെട്ടെന്ന് അയാളുടെ പേര് പറഞ്ഞു. അത് അദ്ദേഹമാണ്. മരിച്ചു പോയിട്ട് കുറച്ചായി, പക്ഷെ ഇവിടെയൊക്കെ വരാറുണ്ടെന്ന്. അങ്ങനെ കുറച്ചുനാൾ എനിക്ക് ഈ കാണാനുള്ള സിദ്ധി തുറന്നു വന്നപ്പോൾ ഞാനായിട്ട് തന്നെ അടച്ചുപൂട്ടി. അതെങ്ങനെയോ അടഞ്ഞുപോയി. എനിക്കൊരു സംശയവുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ടില്ല, വേണ്ടെന്ന് വച്ചിട്ടാണ്. ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്ന പുസ്തകത്തിലൂടെയാണ് എനിക്കിത് തുറന്നു വന്നത്. ആത്മാക്കളുമായി സംസാരിക്കാമെന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എല്ലാത്തരം മനുഷ്യരും ഉള്ള പോലെ നെഗറ്റീവും പോസിറ്റീവുമായ എൻറ്റിറ്റീസ് ഉണ്ട്. മരണശേഷവും ഇവർ മാറുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ എന്ത് സ്വഭാവമാണോ അതുപോലെ തന്നെ ഇരിക്കും. കഥകളും കാണിക്കുന്നത് അങ്ങനെയാണല്ലോ. ഇതൊക്കെ ഇമാജിൻ ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ CCTV ഫൂട്ടേജിൽ കണ്ടതുപോലെയും നടന്നുപോയ ആളുടെ പേര് വരെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ CCTV ഫൂട്ടേജ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നും ലെന പറയുന്നു.